ഹായ് എവ്രി വൺ. ലൈൻ പ്രൊട്ടക്റ്റീവ് റിലേസിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അതിൻ്റെ ടൈം സെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, റിലേക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ടൈം സെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസ്റ്റൻറ്റേനിയസ് ഓവർ കറണ്ട് ഓർ വോൾട്ടേജ് റിലേ. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഓവർ കറണ്ട് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഓപ്പറേഷൻ നടക്കുന്നത്. ഡെഫിനിറ്റ് കറണ്ട് ഓർ വോൾട്ടേജ് ഓവർ ആവാം അല്ലെങ്കിൽ അണ്ടർ ആവാം. റിലേ ഓപ്പറേറ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി വെൻ ദ ഫോൾട്ട് ക്വാണ്ടിറ്റി റീച്ചസ് എ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ. നമ്മളൊരു വാല്യൂ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും, ഏത് വാല്യൂവിലാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന്. നമ്മൾ ആ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യുന്ന വാല്യൂ എത്തുന്ന ആ സ്പോട്ടിൽ, ഫോൾട്ട് ക്വാണ്ടിറ്റി ആ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ റീച്ച് ചെയ്യുന്ന ആ സ്പോട്ടിൽ, ആ ഇൻസ്റ്റൻറ്റിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഓവർ കറണ്ട് ഓർ ഓവർ വോൾട്ടേജ് റിലേ എന്ന് പറയുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ ഡെഫിനിറ്റ് ടൈം വെൻ ഫോൾട്ട് ക്വാണ്ടിറ്റി എക്സീഡ്സ് ഇറ്റ് പിക്കപ്പ് വാല്യൂ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പിക്കപ്പ് വാല്യൂവിനെ ഫോൾട്ട് ക്വാണ്ടിറ്റി എക്സീഡ് ചെയ്യുന്ന ആ സ്പോട്ടിൽ, ആ ഡെഫിനിറ്റ് ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യും. ഇറ്റ്സ് ഓപ്പറേഷൻ ക്രൈറ്റീരിയ ഈസ് ഓൺലി ഫോൾട്ട് ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ്. ഇവിടെ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോൾട്ട് ക്വാണ്ടിറ്റി എപ്പോഴാണോ പിക്കപ്പ് വാല്യൂ എക്സീഡ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുക. അതായത് ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ മാത്രമാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓപ്പറേറ്റിംഗ് ടൈം ഈസ് കോൺസ്റ്റൻറ്റ്. ഈ കേസിനകത്ത് ഫിഗർ കാണിച്ചതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, അതുപോലെ വൈ ആക്സിസിൽ ടൈമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആണ്. നോ ഇൻറ്റൻഷണൽ ടൈം ഡിലേ. ടൈം ഡിലേ നമ്മളിവിടെ ഇൻറ്റൻഷനലി നമ്മൾ ടൈം ഡിലേ കൊടുക്കുന്നില്ല. അതായത് ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അത് കാത്തു നിൽക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ. ദീസ് ആർ വേരീസ് വിത്ത് പൊസിഷൻ ഓഫ് ദ ഫോൾട്ട് ഒക്കേർഡ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ഇമ്പിഡൻസ് ബിറ്റ്വീൻ ദ ഫോൾട്ട് ആൻഡ് ദ സോഴ്സ്. അത് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? പൊസിഷൻ ഓഫ് ദ ഫോൾട്ട് ഒക്കേർഡ്, ഫോൾട്ട് ഉണ്ടാവുന്ന പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേരി ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ഇമ്പിഡൻസ് ബിറ്റ്വീൻ ദ ഫോൾട്ട് ആൻഡ് ദ സോഴ്സ്. ഫോൾട്ടും സോഴ്സും തമ്മിലുള്ള ഇമ്പിഡൻസിൻ്റെ ഡിഫറൻസിനനുസരിച്ചാണ്. ഇപ്പോൾ ഇത് സോഴ്സിൽ നിന്നും ഓരോ മീറ്റർ മാറും തോറും അല്ലെങ്കിൽ ഓരോ പൊസിഷൻ മാറും തോറും ആ ഫോൾട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്, അത്രയും ഡിസ്റ്റൻസിലുള്ള ഇമ്പിഡൻസ് മാറി മാറി വരും. അപ്പോൾ ആ ഡിഫറൻസ് അനുസരിച്ചാണ് ഇത് വേരി ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ്സ് ഇൻ ലെസ് ദാൻ 0.1 സെക്കൻഡ്. അതായത് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ 0.1 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ റിലേ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒട്ടും ഡിലേ അവിടെ കൊടുക്കുന്നില്ല. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് ആ എപ്പോഴാണോ ഫിഗർ ഒരു റിലേ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് ആ ഒരു സ്റ്റീപ്പായിട്ടുള്ള വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ റിലേ ആ ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി അത്രയും വാല്യൂ കടന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യും. ദെൻ ഡെഫിനിറ്റ് ടൈം റിലേ. ഫോൾട്ട് ക്വാണ്ടിറ്റി കണ്ടിന്യൂ ടു ബി പ്രസൻറ്റ് അപ് ടു ദ ടൈം സെറ്റിംഗ് ഓഫ് ദ റിലേ. ഇവിടെ എന്താ, ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ഡെഫിനിറ്റ് ടൈം കഴിഞ്ഞിട്ടാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡെഫിനിറ്റ് ടൈം വരെ ആ വാല്യൂ, ആ ഫോൾട്ട് ക്വാണ്ടിറ്റി പെർസിസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത്രയും നേരത്തേക്ക് ആ ഫോൾട്ട് ക്വാണ്ടിറ്റി പ്രസൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ? റിലേ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ടൈം ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഓപ്പറേറ്റിംഗ് ടൈം കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഏത് സമയത്താണോ അത് ഫോൾട്ട് ഉണ്ടായിട്ട് അത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓപ്പറേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോൾട്ട് ക്വാണ്ടിറ്റി. ഇവിടെ ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് ഇൻഡിപെൻഡൻ്റ് ആണ്. നേരത്തെ മാഗ്നിറ്റ്യൂഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ മാഗ്നിറ്റ്യൂഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു ഫോൾട്ട് വന്നിട്ട് അത് എത്ര നേരത്തേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. എത്ര സമയം കഴിഞ്ഞ പാട് ട്രിപ്പ് ആവണം എന്നാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇറ്റ് ഹാസ് ടൈം ഡയൽ സെറ്റിങ്സ്. ഇവിടെ ടൈം ഡയൽ സെറ്റിങ്സ് ഉണ്ടാവും. ടൈം ഡിലേ ക്യാൻ ബി വേരിയഡ്. നമുക്ക് ഈ ടൈം ഡിലേ എന്ത് ചെയ്യാം? വേരി ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ആ ഡെഫിനിറ്റ് ടൈം, ഏത് ടൈമിലാണ് അത് റിലേ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിലേ വേരി ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ട്രിപ്പിംഗ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫോൾട്ട് ലൊക്കേഷൻ. ഇവിടെ ഫോൾട്ട് ലൊക്കേഷനെയും ട്രിപ്പിംഗ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്പറേറ്റിംഗ് ടൈം ഈസ് ഇൻവേഴ്സ്ലി ചേഞ്ച്ഡ് വിത്ത് ഫോൾട്ട് ക്വാണ്ടിറ്റി. ഇവിടെ എന്താണ്? ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് സോ ഹയർ ഫോൾട്ട് ക്വാണ്ടിറ്റി ഫാസ്റ്റർ വിൽ ബി ദി ഓപ്പറേഷൻ. ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ വാല്യൂ, അതായത് വരുന്ന ഓവർ കറണ്ടിൻ്റെ വാല്യൂ ഒരുപാട് കൂടുതലാണെങ്കിൽ ആ സ്പോട്ടിൽ ഫാസ്റ്ററായിട്ട് റിലേ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എത്ര കണ്ട് ഫോൾട്ട് ക്വാണ്ടിറ്റി കൂടുന്നോ, ഫോൾട്ട് ക്വാണ്ടിറ്റി എത്ര കണ്ട് ഹയർ ആവുന്നോ അത്രയും ഓപ്പറേഷൻ എന്തായിരിക്കും? റിലേ ഓപ്പറേഷൻ ഫാസ്റ്റർ ആയിരിക്കും. ദീസ് ആർ few more settings also, there are few more settings also in the practice.
കുറച്ചും കൂടെ സെറ്റിങ്സ് നമ്മൾ സാധാരണ പ്രാക്ടീസിൽ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ് ടൈമിൽ തന്നെ സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ് ടൈം യൂസ് ചെയ്യാറുണ്ട്, വെരി ഇൻവേഴ്സ് ടൈം യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ എക്സ്ട്രീംലി ഇൻവേഴ്സ് എന്നും യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചാണ് സ്റ്റാൻഡേർഡ്, വെരി, എക്സ്ട്രീംലി എന്നൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഇൻവേഴ്സ് ടൈം റിലേസ് ഓൾസോ റിഫേർഡ് ആസ് ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേസ്. ഇൻവേഴ്സ് ടൈം റിലേസിനെ ഇങ്ങനെയും കൂടി പറയാറുണ്ട്, ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേസ് എന്നുകൂടി പറയാറുണ്ട്. അതായത് ഡെഫിനിറ്റ് ടൈം, അതായത് ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എടുക്കുന്ന ഡെഫിനിറ്റ് ടൈം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും, ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ടൈം ഓഫ് റിലേ ക്യാൻ ബി മൂവ്ഡ് അപ്പ്, മെയ്ഡ് സ്ലോവർ ബൈ അഡ്ജസ്റ്റിംഗ് ദ ടൈം ഡയൽ സെറ്റിംഗ്. അതായത് ഓപ്പറേറ്റിംഗ് ടൈമിൻ്റെ ഡിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിലേയുടെ സമയം നമുക്ക് ടൈം ഡയൽ സെറ്റിംഗ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പെട്ടെന്ന് ട്രിപ്പ് ആവണോ അതോ കുറച്ച് സ്ലോ ആയിട്ട് ട്രിപ്പ് ആയാൽ മതിയോ എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ദ ലോവസ്റ്റ് ടൈം ഡയൽ സെറ്റിംഗ്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടൈം ഡയൽ സെറ്റിംഗ്, അതായത് ഫാസ്റ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് ടൈം. ലോവസ്റ്റ് ടൈം ഡയൽ സെറ്റിംഗ് എന്ന് പറയുമ്പം ഫാസ്റ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് ടൈം, എത്ര പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ജനറലി എത്രയാണ്, 0.5 സെക്കൻഡാണ്. 0.5 സെക്കൻഡാണ് നമുക്ക് ജനറലി ഏറ്റവും കുറഞ്ഞ സമയം നമുക്ക് കിട്ടാറുള്ളത്. സ്ലോവസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ, അതായത് ഏറ്റവും കൂടിയ ടൈം ഡിലേ എന്ന് പറയുന്നത് 10 സെക്കൻഡ്. ഫോൾട്ട് ഉണ്ടായിട്ട് 10 സെക്കൻഡ് വരെ നമുക്ക് മാക്സിമം ഡിലേ പ്രൊവൈഡ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഡിലേ എന്ന് പറയുന്നത് 0.5 സെക്കൻഡുമാണ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻവേഴ്സ് ടൈം ഡിലേ സെറ്റിങ്സ്. ഇൻവേഴ്സ് ടൈം സെറ്റിങ്സിനകത്ത് വരുന്ന സാലിയൻ ഫീച്ചേഴ്സ്: ഓപ്പറേറ്റ്സ് വെൻ ഫോൾട്ട് ക്വാണ്ടിറ്റി എക്സീഡ്സ് ഇറ്റ്സ് പിക്കപ്പ് വാല്യൂ. പിക്കപ്പ് വാല്യൂ എക്സീഡ് ആയിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യും. ഓപ്പറേറ്റിംഗ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോൾട്ട് ക്വാണ്ടിറ്റി. ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റിംഗ് ടൈം വരുന്നത്. അത് ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫോൾട്ട് ക്വാണ്ടിറ്റി കൂടുന്നതാണ്, ഏറ്റവും കൂടുതലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ടൈം കുറഞ്ഞു വരും. ഇറ്റ് ഗീവ്സ് ഇൻവേഴ്സ് ടൈം കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ലോവർ വാല്യൂസ് ഓഫ് ദ ഫോൾട്ട് ക്വാണ്ടിറ്റി. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ ലോവർ വാല്യൂസിൻ്റെ അകത്ത് ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സും ഫോൾട്ട് ക്വാണ്ടിറ്റീസിൻ്റെ ഹയർ വാല്യൂസിൻ്റെ അകത്ത് ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി ഇൻവേഴ്സ്നെസ് ഇറ്റ് ഹാസ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർവ്സ്. ഇൻവേഴ്സ്നെസ്സിനനുസരിച്ച് കർവ്സിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീംലി ഇൻവേഴ്സ്, വെരി ഇൻവേഴ്സ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ്. ഇൻവേഴ്സിനനുസരിച്ച് എത്ര കണ്ട് ഇൻവേഴ്സ്നെസ് വരുന്നുണ്ടോ അതിനനുസരിച്ച് കർവ്സിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ഇനി വെരി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഗീവ്സ് മോർ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ദാൻ ദാറ്റ് ഓഫ് ദ IDMT. നമ്മൾ സാധാരണ പറയുന്ന ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേനേക്കാളും ഇൻവേഴ്സ്നെസ് കൂടുതലായിരിക്കും. യൂസ്ഡ് വെൻ ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ദ ഫോൾട്ട് ക്വാണ്ടിറ്റി. ഫോൾട്ട് ക്വാണ്ടിറ്റി റിഡക്ഷൻ വരുന്ന സമയത്താണ്. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ് ഇൻക്രീസസ്. അതായത് സോഴ്സിൽ നിന്നും ഫോൾട്ട് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് കൂടി വരുമ്പോൾ ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ വാല്യൂ കുറയും. അതായത് സോഴ്സിനടുത്തിൽ നിന്നും ഫോൾട്ട് ഉണ്ടാവുന്ന പൊസിഷൻ മാറി ദൂരേക്കായി വരുന്നതിനനുസരിച്ച് ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന കേസിൽ, അപ്പം അങ്ങനെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കുമ്പോൾ എന്താ, നമുക്കതിനെ സെൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദൂരം കൂടുന്നതിനനുസരിച്ച് അവിടെ വരുന്ന ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് സെൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പം ആ കേസിലാണ് വെരി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുക. പക്ഷേ അവിടെ ഫോൾട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് സെൻസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസിൽ കേടുപാടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് എത്രയും കുറഞ്ഞ വാല്യൂവിൽ വരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെരി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. Used when there is a reduction in the fault quantity as the distance from the source increases. സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി പോകുന്നതിനനുസരിച്ചിട്ട് ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ വാല്യൂ റിഡക്ഷൻ നടക്കുന്ന കേസിലാണ് ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. എഫക്റ്റീവ് വിത്ത് ഗ്രൗണ്ട് ഫോൾട്ട് ബിക്കോസ് ഓഫ് ദ സ്റ്റീപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ സ്റ്റീപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഗ്രൗണ്ട് ഫോൾട്ടിൻ്റെ കേസിലും യൂസ് ചെയ്യാറുണ്ട്. സ്യൂട്ടബിൾ വെർ ദ ഫോൾട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി പവർ സോഴ്സ് ഇൻക്രീസസ്. പവർ സോഴ്സിൽ നിന്നും ഫോൾട്ട് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് കൂടി വരുന്ന കേസിൽ. And particularly suitable if the short circuit fault current drops rapidly with the distance from the substation. സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് കറണ്ട് കുറയുന്ന കേസിൽ, ഡ്രോപ്പായി പോകുന്ന കേസിൽ യൂസ് ചെയ്യാറ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്റ്റേഷനിൽ ദൂരെ ആയി പോകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് കറണ്ട് കുറയണം. അങ്ങനെ കറണ്ട് ഡ്രോപ്പ് ചെയ്ത് വരുന്ന കേസിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. And the grading margin may be reduced to very low time. അതിൻ്റെ ഗ്രേഡിംഗ് മാർജിൻ കൊടുക്കാറുള്ളത് ഏറ്റവും കുറഞ്ഞതായിട്ട് 0.1 സെക്കൻഡ്. ക്യാരക്ടറിസ്റ്റിക്സിൽ 0.1 സെക്കൻഡാണ് ഗ്രേഡിംഗ് മാർജിൻ പ്രൊവൈഡ് ചെയ്യാറുള്ളത്.
റെഡ്യൂസ്ഡ് ടു വെരി ലോ ടൈമിലേക്കാണ് ഗ്രേഡിംഗ് മാർജിൻ കൊടുക്കാറുള്ളത്. യൂസ്ഡ് വെൻ ഫോൾട്ട് ക്വാണ്ടിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഫോൾട്ട് ലൊക്കേഷൻ. ഫോൾട്ട് ക്വാണ്ടിറ്റി ഫോൾട്ട് ലൊക്കേഷനെയും കൂടി ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കേസിലാണ് നമ്മൾ വെരി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്. എക്സ്ട്രീംലി ഇൻവേഴ്സ് ടൈം എന്ന് പറയുമ്പോൾ മോർ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ദാൻ ദാറ്റ് ഓഫ് ദ IDMT ആൻഡ് വെരി ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. IDMTനേക്കാളും വെരി ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനേക്കാളും കൂടുതൽ വീണ്ടും ഇൻവേഴ്സ്നെസ് കൂടി വരുന്ന കേസാണ്. സ്യൂട്ടബിൾ ഫോർ ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർ ഹീറ്റിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഓപ്പറേറ്റീവ് ടൈം അപ്രോക്സിമേറ്റ്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഫോൾട്ട് ക്വാണ്ടിറ്റി. ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടൈം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോൾട്ട് ക്വാണ്ടിറ്റി I ആണെങ്കിൽ I സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. I സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ടൈം വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/I സ്ക്വയർ ആയിരിക്കും. ഇറ്റ് മേക്സ് പോസിബിൾ ടു യൂസ് ഷോർട്ട് ടൈം ഡിലേ ഇൻ സ്പൈറ്റ് ഓഫ് ഹൈ സ്വിച്ചിങ് ഇൻ കറണ്ട്. ഇറ്റ് മേക്സ് പോസിബിൾ ടു യൂസ് ഷോർട്ട് ടൈം ഡിലേ കൊടുക്കുന്നത് വളരെ കുറച്ചായിരിക്കും. ഷോർട്ട് ടൈം മാത്രമേ ഡിലേ കൊടുക്കുകയുള്ളൂ ഇൻസ്പൈറ്റ് ഓഫ് ഹൈ സ്വിച്ചിങ് ഇൻ ദ കറണ്ട്. കറണ്ടിലെല്ലാം ഹൈ സ്വിച്ചിങ് വരുന്ന സമയത്ത് ഷോർട്ട് ടൈം ഡിലേ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. യൂസ് വെൻ ഫോൾട്ട് ക്വാണ്ടിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഫോൾട്ട് ലൊക്കേഷൻ. ഫോൾട്ട് ക്വാണ്ടിറ്റി ഫോൾട്ട് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തത് സബ്സ്റ്റേഷനിൽ നിന്ന് ദൂരം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഫോൾട്ട് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോൾട്ട് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കേസിൽ നമ്മൾ എക്സ്ട്രീംലി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ സ്യൂട്ടബിൾ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഫീഡേഴ്സ് വിത്ത് പീക്ക് കറണ്ട് ഓൺ സ്വിച്ചിങ്. ഫീഡേഴ്സ് പോലെയുള്ള കേസിൽ, അതായത് സ്വിച്ചിങ് ചെയ്യുന്ന സമയത്ത് പീക്ക് കറണ്ട് വരുന്ന കേസിൽ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ. ആൻഡ് ഓൾസോ ഫോർ ഓൾട്ടർനേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് എക്സ്പെൻസീവ് കേബിൾസ്. ഇപ്പോൾ സ്വിച്ചിങ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പീക്ക് കറണ്ട് വരുന്ന കേസ് ഏതൊക്കെയാണ്? വാട്ടർ പമ്പുകൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വാട്ടർ ഹീറ്റേഴ്സ്, അതുപോലെ റെഫ്രിജറേറ്റേഴ്സ് ഒക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു പീക്ക് കറണ്ട് വരും. അങ്ങനെയുള്ള കേസുകളിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫീഡേഴ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? എക്സ്ട്രീംലി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് റിലേ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഫോർ ദി ഓൾട്ടർനേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് എക്സ്പെൻസീവ് കേബിൾസിൽ, ട്രാൻസ്ഫോമേഴ്സിൽ, ഓൾട്ടർനേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. Then long time inverse characteristics. This characteristic is used as a backup earth fault protection. Earth fault പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിന് ഒരു ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ ലോങ് ടൈം ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യാറുള്ളത്. ആസ് ടൈം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫോൾട്ട് ക്വാണ്ടിറ്റി. ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിട്ടാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫോൾട്ട് ക്വാണ്ടിറ്റി. ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ ഇൻറ്റൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് ടൈം വരുന്നത് ഇവിടെ. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര കണ്ട് കൂടുതലാണോ, ഫോൾട്ട് ക്വാണ്ടിറ്റിയുടെ ഇൻറ്റൻസിറ്റി എത്ര കണ്ട് കൂടുതലാണോ അത്രയും കണ്ട് ടൈം കുറവായിരിക്കും. നമ്മൾ എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട്, എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും കേസിൽ ഓപ്പറേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഫെയിലായി പോയി കഴിഞ്ഞാൽ അതിനൊരു ബാക്കപ്പ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് ലോങ് ടൈം ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റിലേസ്.